ഞാനൊരു ചലഞ്ചിങ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 ദിവസത്തെ കട്ടിങ് മെറ്റീരിയൽസ് കൊണ്ട് എന്തൊക്കെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളൊരു ചലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം 7-ാമത്തെയാണോ 6-ാമത്തെയാണോ ഡേ എന്നറിയില്ല, ഈ ഒരു പൗച്ച്, ഈ ഒരു ഹാൻഡ് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, ആ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തങ്ങ് പോയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനെനിക്കൊരു കമൻറ്റ് വന്നു, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് ഇടുമോ എന്നുള്ളത് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഫോൺ ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പിന്നിലായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് കൂടെ വെച്ചു, പൈസയോ കോയിൻസോ എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ്. സംഭവം എനിക്ക് നല്ല ഉപകാരം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെക്കൊണ്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വോയിസ് വരുന്നുണ്ട്, തൊട്ടടുത്തൊരു വീടിൻ്റെ പണി എടുക്കുന്നുണ്ട്, മഴ, അങ്ങനെ സൗണ്ടുകളൊക്കെ ഡിസ്റ്റർബ് ആവും ചില സമയത്ത്, അപ്പോൾ ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വേണ്ടത് ക്യാൻവാസ് ആണ്. ഞാൻ ഇന്ന് ഈ ഒരു തുണിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരു നൈറ്റിയുടെ ബാലൻസ് നൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നൊരു പീസാണ് കേട്ടോ. ആദ്യം ഞാൻ ഇതിനെ കൊണ്ട് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തത്, പിന്നെ കട്ട് ചെയ്തിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് ആക്കി മാറ്റി കേട്ടോ. അപ്പോൾ ഈ ബാലൻസ് വരുന്ന തുണിയെ മാറ്റി വെച്ചതാണ്, എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പൗച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ടത് ക്യാൻവാസിൽ ആവശ്യമായ അളവിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഞാനിവിടെ ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗം, നമ്മൾ ഏത് ഭാഗമാണ് എടുക്കുന്നത് ആ ഭാഗം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇത് കറക്റ്റ് നേരെ തന്നെയാണ്, കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സ്ട്രെയിറ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ താഴെ ഭാഗം റെഡിയാക്കാം. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത് എടുക്കാം. ഞാൻ വിഡ്ത്ത് എടുക്കുന്നത് 5 ഇഞ്ചാണ്. ലെങ്ത്ത് 17 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. 17. ഇവിടെ നിന്നും അതേപോലെ 5, ഇവിടെ നിന്ന് താഴേക്ക് 17 കറക്റ്റാണ്. ഇനി സ്കെയിൽ വെച്ചിട്ട് വരക്കാം. ഇത്രയും വരച്ചു. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അതേപോലെ ഇവിടെയും റഫായിട്ട് വരക്കാൻ പറ്റുന്നവർ റഫായിട്ട് വരക്കാം. ഞാൻ ജസ്റ്റ് പറയാണ്, ഇവിടെ 1 ഇഞ്ച്. ഞാൻ അന്ന് റഫായിട്ട് വരച്ചതാണ്. അപ്പോൾ ഇത് ഒട്ടും അറിയാത്തവർക്ക് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ, അതുകൊണ്ടാണ് അളവ് കറക്റ്റ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിട്ടോ. ഇവിടെ 1 ഇഞ്ച്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇനി ഇതിന് ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇപ്പോഴത്തെ സൈഡ് ഷേപ്പ് കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ നേരെ തന്നെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിതിനെ കുറച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ നേരെ സെൻറ്റർ കണ്ടിട്ട് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മേലേക്ക് അടയാളപ്പെടുത്താം. ഈ ലൈനിൻ്റെ സെൻറ്റർ കണ്ടെത്താം. അവിടെ നിന്ന് 1/4 ഇഞ്ച് മേലെ ഒരു പോയിൻ്റ് ഇടാം. എന്നിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരക്കാം. ഇനി ഇതിനെ ഈ ഒരു ക്യാൻവാസിനെ കട്ട് ചെയ്തെടുക്കാം. സെറ്റായി ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതിനെ നമ്മുടെ നല്ല തുണിയിൽ അയൺ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തുണിയുടെ ഈ ഒരു ഭാഗത്താണ് അയൺ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നല്ല ഭാഗത്തല്ല, നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒട്ടിച്ച് വെക്കാം. ഇനി ഈ തുണി കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ്, 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ക്യാൻവാസിനേക്കാളും 1/2 ഇഞ്ച് പുറത്തേക്ക് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം.
അതേപോലെ ഇതിന് ലൈനിങ് വേണം, ഉള്ളിൽ ഏതെങ്കിലും ഒരു പീസ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ലൈനിങ്ങിന് പറ്റിയ ഏതെങ്കിലും തുണി എടുത്ത് വെക്കട്ടോ. അപ്പോൾ ഞാൻ ഈ തുണി കുറച്ച് അധികം ഉണ്ട് കേട്ടോ, ഇത് തന്നെ ലൈനിങ് ആക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല തുണി, ഇത് ലൈനിങ്ങിൻ്റെ തുണി, അങ്ങനെയാണ് കേട്ടോ. കറക്റ്റായിട്ട് വെക്കാം, ഉള്ളിൽ ചുളിവില്ലാതിരിക്കണം, അത് ശ്രദ്ധിക്കാം. കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്യും. ഇവിടെ 1/2 ഇഞ്ചിന് പകരം 1 ഇഞ്ച് എടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. 1/2 ഇഞ്ചിൽ കൂടുതൽ എടുത്തോ, അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ്. അപ്പോൾ അത് വലിപ്പം കുറഞ്ഞു പോയാൽ ഉള്ളിലേക്ക് മടക്കി അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഒരു 3/4 ഇഞ്ച് ഒക്കെ എടുത്തോ കേട്ടോ. ബാക്കിയൊക്കെ 1/2 ഇഞ്ച് അകലത്തിൽ, ഏകദേശം 1/2 ഇഞ്ച് അകലത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 തുണിയായിട്ടുണ്ട്. നല്ല തുണിയിലാണ് ക്യാൻവാസ് ഉള്ളത്, ഇത് ലൈനിങ് പീസ് കേട്ടോ. ഇനി ഇതിനെ നമുക്കിത് മാറ്റി വെക്കാം. അടുത്ത വേണ്ടത് ഇതിൻ്റെ പിന്നിലുള്ള കുഞ്ഞു ഒരു പോക്കറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എനിക്കന്ന് മെഷർമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ചുമ്മാ ഒരു റഫായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുകയാണ്. 2.5 വിട്ടും 3.5 ലെങ്ത്തുമുള്ളൊരു ഇതാണ് കേട്ടോ. ഇതിന് ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൈസ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരുപാട് ലെങ്ത്തൊന്നും ഇങ്ങനെ ലെങ്ത്ത് വേണ്ട, വിട്ട് കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ കോയിൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും, അങ്ങനെ കണക്കാക്കിയിട്ടുള്ള ലെങ്ത്ത് എടുക്കുക കേട്ടോ. പിന്നെ വിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കൈ മുഴുവനായിട്ട് പോകും, വിട്ട് കൂട്ടുന്നവർക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് 3.5 ലെങ്ത്ത് എടുത്തിട്ടുണ്ട്, അതേപോലെ 2.5 വിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കുഞ്ഞു പീസ് തുണി ഇതേപോലെ തന്നെ ഇതിലും വേണം. നല്ല പീസ് എടുക്കാം. അതിൻ്റെ പിന്നിലായിട്ട് മറുഭാഗത്തായിട്ട് ഈ ഒരു ക്യാൻവാസ്, ഇവിടെ ഷൈനിങ് വരുന്നില്ല, ആ ഷൈനിങ് വരുന്ന ഭാഗമാണ് വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അയൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ സെറ്റായി. ഇനി ഒരു പീസ് അടിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ വേറെ കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ രണ്ടും കൂടെ ലൈനിങ്ങിൻ്റെ പീസും നല്ല പീസും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴും തയ്യൽ തുമ്പ് കുറച്ച് കണക്കാക്കാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റായി. ഇനി വേണ്ടത് ഇതിൻ്റെ നാട വെക്കാനാണ് കേട്ടോ. അപ്പോൾ എത്ര ലെങ്ത്ത് വേണം, ഞാൻ അതും ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു അപ്പോൾ കിട്ടിയ തുണിയിൽ അങ്ങനെയാണ് എടുത്തു തന്നെ കേട്ടോ. ലെങ്ത്ത് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. ഈ 50 വേണ്ട കേട്ടോ, ഒരു പൊടിക്ക് അധികമാണ്. പിന്നെ ഞാനത് കട്ട് ചെയ്യാനോ വേറൊന്നും ചെയ്യാൻ നിന്നില്ല, അതങ്ങനെ വെച്ചു. ഇതിൽ 50 എടുക്കാം. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഷോൾഡറിന് എടുക്കുന്ന താഴോട്ടേക്ക് അളവെടുക്കാം, എന്നിട്ട് കിട്ടുന്ന എത്രയാണോ അതിൻ്റെ ഇരട്ടി എടുക്കുക കേട്ടോ. 2 ഭാഗത്തും വേണ്ടേ, അതാണ് ഇരട്ടി എടുക്കാൻ പറഞ്ഞത്. ഇതേ തുണിയിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ആണ് എടുക്കുന്നത് കേട്ടോ. ഏകദേശം 1 ഇഞ്ച്. നിങ്ങൾക്ക് അളവെടുത്തിട്ട് വരക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഞാനിത് എത്രയുണ്ടോ നോക്കട്ടെ. ഇത് 30, 31 ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒന്നുകൂടെ കിട്ടിയാൽ റെഡിയായി. ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 50 എടുത്തിട്ട്. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്തിലാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ എടുക്കണേ. മറന്നു പോകരുത്. കൂടിപ്പോയാൽ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ഇത് കാണാം. അപ്പോൾ അതിന് നല്ലത് കറക്റ്റ് അളവെടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇത്രയാണ് കട്ട് ചെയ്ത് വെക്കാനുള്ളത്. നാടയ്ക്ക് വേണ്ടിയിട്ടുള്ള പീസ്, കുഞ്ഞു പോക്കറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത വന്നിട്ട് ആ വലിയൊരു പീസ്. ഇനി അടുത്ത ചെയ്യേണ്ടത് ഇതിൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇവിടുന്ന് ഈ ക്യാൻവാസിനെ തൊട്ടടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതേപോലെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പോഴത്തെ സൈഡിൽ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇതും അങ്ങനെ ചെയ്യട്ടോ. നല്ല ഭാഗവും വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെയും ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഒഴിവാക്കും. എങ്കിലും മാത്രമേ നമുക്കിത് മറിച്ചിടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആവശ്യമായ നൂലൊക്കെ ബോബിൽ നിറച്ച് വെക്കാം. നൂലൊക്കെ സെറ്റ് ചെയ്തു. ഇനി സ്റ്റിച്ചിങ് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത കഴിഞ്ഞ് കേട്ടോ. പരമാവധി നൂല് കട്ട് ചെയ്തെടുക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു നാട ജോയിൻ ചെയ്യാനുള്ളതാണെങ്കിൽ ഈ നാടയെ രണ്ടും കൂടി ജോയിൻ ചെയ്യാം. അതില്ലാത്തവർ ചെയ്യേണ്ട കേട്ടോ. ഇതേപോലെ ജോയിൻ ചെയ്ത് വെക്കാം. അടുത്തത് കുഞ്ഞു പോക്കറ്റില്ലേ, അത് ഒരു ഭാഗം ഒഴിച്ചിട്ട് ബാക്കി 3 ഭാഗവും സ്റ്റിച്ച് ചെയ്യണം. ഇനി അടുത്തത് എടുക്കാം. നല്ല ഭാഗം വെക്കാം. ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഇവിടെ കേട്ടോ, ഇവിടെ ഒട്ടിയിട്ടില്ല, കുഴപ്പമില്ല, ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ഭാഗം ഒഴിവാക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇപ്പോഴും ഞാനിത് 3ഉം കട്ട് ചെയ്തെടുത്തിട്ടില്ല. സ്റ്റാർട്ടിങ് മുതൽ നൂല് പൊട്ടിക്കാതെ വരികയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നാടയെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. 2 ജോയിൻ ചെയ്തില്ലേ, അതിന് മാറ്റിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇതേപോലെയാണ് കേട്ടോ. കാണുമോ? ഇങ്ങനെയാണ്. അടുപ്പിങ്ങനെ പുറത്ത് കാണുന്നുണ്ട്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യണ്ട, മറിച്ചിട്ടടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തത് ഇങ്ങനെ മടക്കി വെച്ച്, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിനെ ഇവിടത്തേക്ക് മടക്കി വെച്ച് നേരെ ഇപ്പുറത്തേക്ക് മടക്കി വെച്ച് പിന്നെ നേരെ സെൻറ്ററിലേക്ക് മടക്കാം. എന്നിട്ട് ഈ അറ്റത്തോടെ അടിച്ചു കൊണ്ടുവന്നതാണ് കഴിഞ്ഞ വട്ടം ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അന്ന് ഞാൻ തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ടും അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. കറക്റ്റ് നീറ്റിൽ അടിച്ചാൽ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേറെ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
നല്ല ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും, എന്നിട്ട് മറിച്ചിട്ടെടുക്കും കേട്ടോ. അപ്പം നല്ല ഭാഗം ഉള്ളിലേക്ക് വെക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഏകദേശം ഒരേ ഗ്യാപ്പ് ആയിരിക്കണം കേട്ടോ. ചില സ്ഥലത്ത് അടുത്ത് പോയി ചില സ്ഥലത്ത് വിട്ടുപോയി, അങ്ങനെയില്ല. നിങ്ങളുടെ മനസ്സിലൊരു ഗ്യാപ്പ് ഇത്ര അകലത്തിൽ വേണമെന്ന് കണക്കാക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ഇഞ്ച് ആണ് കണക്കാക്കിയിട്ട് കേട്ടോ. അതിൽ ചെറുത് വേണ്ടവർ കുറച്ചുകൂടി അടുത്തിട്ടടിക്കാം. ഇനി ഇതിനെ ചെറിയ പീസിലെ അതിനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കോണൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. എക്സ്ട്രാ വരുന്ന ഇത്ര എക്സ്ട്രാ വേണ്ട, അപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ മറിച്ചിട്ടെടുക്കാം. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി പെട്ടെന്ന് കുറച്ചും കൂടി നീറ്റുണ്ടാവും. ഞാനിപ്പോൾ വെട്ടുന്നില്ല, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ അങ്ങനെ ഇടാം. ചെറിയതല്ലേ, വലുതാണെങ്കിൽ എന്തായാലും കുറച്ച് ഗ്യാപ്പിൽ ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ടുണ്ട്. ഇനി കണ്ടോ ഇതിൻ്റെ കോണ് അത് സെറ്റ് ചെയ്തെടുക്കണം. എന്തെങ്കിലും റീഫില്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള എന്തെങ്കിലും എടുത്തിട്ട്, എനിക്ക് റീഫില്ലറാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ, അതല്ലേ റീഫില്ലറാണ് എടുക്കുന്നത് കേട്ടോ. ഇതേപോലെ കോണ് റെഡിയാക്കി കൊണ്ടുവരാം. അതേപോലെ അടുത്തത് പോക്കറ്റ് ഏകദേശം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാട്ടോ. പിന്നെ ആ മെയിൻ പാർട്ടിൽ ഇത് ജോയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. അടുത്തത് ഈ വലിയ പാർട്ടിൽ അത് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഇതേപോലെ ചെറിയൊരു വെട്ട് കൊടുക്കുന്നുണ്ട്. വെട്ട് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് മുന്നിൽ കൊള്ളാതെ നോക്കട്ടോ. സ്റ്റിച്ചിൻ്റെ മേലെ കൊണ്ടുകഴിഞ്ഞാൽ സ്റ്റിച്ച് പൊട്ടും, പിന്നെ മറിച്ചിടുമ്പോൾ അത് വൃത്തിയിടാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പ് വരുന്നില്ലേ, അവിടെ കുറച്ച് അധികം കൊടുക്കാം. അടുത്തടുത്തായിട്ട് കൊടുക്കട്ടോ. ഓക്കെ, ഇനി ഇതിനെ മറിച്ചിടാം. കിട്ടിയോ? ഇവിടെ കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നേരത്തെ പോലെ റിഫില്ലറോ എന്തെങ്കിലും എടുത്തിട്ട് ഉള്ളിലൂടെ ഈ ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് കറക്റ്റ് ഇങ്ങനെ ക്യാൻവാസിൻ്റെ അടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മടക്കി അടിക്കണം കേട്ടോ. അപ്പോൾ 2 ഭാഗം ഉള്ളിലേക്ക് കൊടുക്കാം. ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ കറക്റ്റ് ചെയ്ത് അടിക്കണം. ഞാൻ ആദ്യം തന്നെ ഈ ക്യാൻവാസുള്ള ഭാഗത്തില്ലേ, അതിന് ഇതുപോലെ ക്യാൻവാസിൻ്റെ അടുത്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് മടക്കിയിട്ട് പിൻ ചെയ്ത് കേട്ടോ. എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അടുത്ത ഭാഗം ഇതിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റിൽ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഈ പിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അടുത്തത് ഈ നാടി. ഇത്രയും സമയത്ത് ഞാൻ ഇവിടെ നിന്ന് നൂല് കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഒരു ഇങ്ങനെ റൗണ്ടിൽ വന്നതാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇനി ഇവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി മറിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോട്ടോ. ഇനി ഇതിനെ മറിച്ചിടണം. ഇതേപോലെ തന്നെ റീഫില്ലർ യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിത് യൂസ് ചെയ്തിട്ട് അത്ര എളുപ്പമായി തോന്നുന്നില്ല, ചിലപ്പോൾ ശീലയില്ലാത്തതുകൊണ്ടായിരിക്കും. ചെയ്ത് ശരിയായിരിക്കും. ഇപ്പം തന്നെ ഞാൻ റീഫില്ലർ എടുത്തിട്ടുണ്ട്, ഇതിനെ മറിച്ചിടാം. നട സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റീഫില്ലറിനെ പുറത്തേക്ക് എടുക്കണം. വേണമെങ്കിൽ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടുന്ന് ഈ അറ്റത്താഴെ ഭാഗത്ത് ലാസ്റ്റ് അടിച്ച് അവിടെ നിന്ന് 6 ഇഞ്ച് മേലേക്ക് എടുക്കാം. 5.25 6 കേട്ടോ. 2 ഭാഗത്തും മേലേക്ക് എടുത്ത് അടയാളപ്പെടുത്താം. ഇവിടെയാണ് നമ്മൾ മടക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് മടക്കി വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ മടക്കി വെച്ചിട്ട് ഇപ്പോഴത്തെ സൈഡിലേക്ക് തന്നെ വീണ്ടും വരാം. അവിടെ നിന്ന് 6 ഇഞ്ച് അടയാളപ്പെടുത്താം. 6 ഇഞ്ച് 2 സൈഡിലും അടയാളപ്പെടുത്തിയിട്ട് ചുമ്മാ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു കുഞ്ഞു പോക്കറ്റ് വെക്കേണ്ടത്. കുഞ്ഞു പോക്കറ്റ് വെക്കുമ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗമില്ലേ, അത് താഴെയായിട്ട് വെക്കണം. സ്റ്റിച്ച് ചെയ്തത് മേലാക്കിയിട്ട് വെക്കട്ടോ. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്താണ് ഇതിൻ്റെ ഇത് വരും കേട്ടോ. തിരിച്ച് വെച്ച് പോകരുത്, ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഈ ഒരു പീസിനെ ഉള്ളിലേക്ക് മടക്കാം. ഇത് ഓപ്പൺ ആണ് കേട്ടോ. ഇതിനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും. ഇവിടുന്ന് താഴോട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് എടുക്കാം. ഇവിടെയും ഏകദേശം 1 ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു പീസ് വെക്കാം കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിലത്തെ പീസ് സ്റ്റിച്ച് ചെയ്ത് പോകരുത്. അപ്പോൾ നമുക്ക് പതിയെ അതിനെ നിവർത്തി വെക്കാം. അല്ലെങ്കിൽ ഇതിനെ ജസ്റ്റ് ഇവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നേരെ വെക്കാൻ ശ്രദ്ധിക്കാം, തിരിഞ്ഞു പോകരുത്. കറക്റ്റാണോ നോക്കുക, എന്നിട്ടാണ് പിൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. താഴെ ഭാഗം ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ പോയിന്റിൽ സൂചി കുത്തി വെക്കാം. കോണായിട്ട് വരുന്ന അവിടെ സൂചി കുത്തി വെച്ചിട്ട് തിരിച്ച് വെക്കാം. ഇത് കറക്റ്റായിട്ട് മടക്കി വെക്കണം, പുറത്തേക്ക് തള്ളി വരരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കോണിൽ വെക്കാം, പൊക്കിക്കൊണ്ട് വരാം. ഇവിടെയാണ് ഓപ്പൺ വരുന്നത്. മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് ഒരു 3 സ്റ്റിച്ച് കൊടുക്കാം. 1 2 3 കൈ കൊണ്ട് ചുമക്കാക്കിയാൽ മതി കേട്ടോ. ഇനി ഈ ഒരു പല്ലില്ലേ, ആ ഒരു പല്ലിൻ്റെ ഗ്യാപ്പിൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടേക്ക് വെക്കാം. ഇവിടെയും ഏകദേശം ആ ഒരു ഗ്യാപ്പ് വരാം. പുറത്തേക്ക് കേട്ടോ. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് വരിക കേട്ടോ. ഇതാണ് മേലത്തെ ഭാഗം. സെൻട്രലായിട്ട് പോക്കറ്റ് ആണോ, പോക്കറ്റ് ആണല്ലോ. ഓക്കെ, ഇനി ഇതിനെ മടക്കി വെക്കാം. മടക്കി വെക്കുമ്പോൾ നമ്മൾ 6 അടയാളപ്പെടുത്തിയില്ലേ, ഇവിടെ 6 അടയാളപ്പെടുത്തില്ലേ, 6 കറക്റ്റ് ചെയ്തിട്ട് മടക്കാം. 6 കൂടുതലായി കഴിഞ്ഞാൽ ഫോണ് അതിൻ്റെ ഉള്ളിലേക്കായി പോട്ടോ, എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഒരിത്തിരി മേലിലേക്ക് പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. നേരെ ഉള്ളിലായാൽ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മുഴുവനായിട്ടും ഫോൺ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഇത് പൊക്കി വെക്കണം കേട്ടോ. അപ്പോൾ പോക്കറ്റ് ശ്രദ്ധിച്ചിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ ഒരു നാടയില്ലേ, നാട ഇവിടെ വെക്കുന്നവർക്ക് ഇവിടെ വെക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഭാഗത്തില്ലേ, ഇവിടെ വെക്കുന്നവർക്ക് വെക്കാം. ഞാൻ ഏറ്റവും മേലാണ് വെച്ചത് കേട്ടോ. ഞാൻ അങ്ങനെ വെക്കാൻ കാരണം കൂടെ പറഞ്ഞുതരാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് ഹാൻഡ് ബാഗ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ. ഈ പോർഷൻ ഇങ്ങനെ താഴെ പോകും, തലയും കുത്തി താഴെ പോകും, കറക്റ്റ് നിൽക്കത്തില്ല.
നാട് എവിടെയാണുള്ളത് അവിടെ വരെ മടങ്ങിപ്പോകും. ഇപ്പോൾ ഫോൺ എവിടെ ഉണ്ടെങ്കിൽ ഫോണിന് കണക്കായിട്ട് ഇത് മടങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഞാൻ ഏറ്റവും മേലെയായിട്ട് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെ വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിനെ ഇവിടെ വെച്ചിട്ട് ഉറപ്പിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെക്കുന്നില്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇപ്പുറത്തേക്ക്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. അറ്റത്തൂടെയായിട്ട് ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കുന്നവർക്ക് 2 കൊടുക്കാം കേട്ടോ. ഒറ്റ സ്റ്റിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ചെറിയ സ്റ്റിച്ച് കൊടുത്താൽ ഒറ്റ സ്റ്റിച്ച് മതി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് നീക്കി അടിക്കാം. ഇവിടെ 2 ഇഞ്ച് അടയാളം വെച്ചില്ലേ, അവിടെ നമ്മൾ നാടം വെക്കണം. നാടം വെക്കുമ്പോൾ അതിൻ്റെ അടിപ്പ് വരുന്ന ഭാഗത്തിൽ സ്റ്റിച്ച് വരുന്ന ഭാഗം അതിനെ താഴെ ആക്കിയിട്ട് വെക്കാം. ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിൻ്റെ തൊട്ട് താഴോട്ടായിട്ടാണ് ഇത് വെക്കുന്നത്. അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോഴത്തെ സൈഡിലും ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് നാട വെക്കാം. അപ്പോൾ വെക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴെയായിട്ട് വെക്കാം കേട്ടോ. ഉള്ളിലേക്ക് ഈ അറ്റഭാഗം ഉള്ളിലേക്ക് വരണേ. പതിയെ ഇതിൻ്റെ മേലെ കയറാം. അപ്പോൾ ഒന്ന് നീക്കിയടിക്കാം. ഇവിടെ കറക്റ്റ് ചെയ്ത് വെക്കണം. ഒരു ഭാഗം പുറത്തേക്ക് വരാൻ പാടില്ല. 2 ഭാഗം ഒരേപോലെ കറക്റ്റ് ചെയ്ത് വെക്കാം. കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വർക്ക് കഴിഞ്ഞു. വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഒരു ഇത്തിരി ഗ്യാപ്പിൽ കുറച്ചൊരു നമ്മൾ ഈ ഇവിടെ കണ്ടില്ലേ, ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൊടുത്തത് അതേപോലെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ എന്തായാലും ഇതിൽ കൊടുത്ത് കാണിച്ചു തരാം. ഈ ഒരു കൂട്ടിൻ്റെ ഈ ഒരു പീസില്ലേ, ആ ഒരു ഗ്യാപ്പ് മതി. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ കൂട്ട് കണക്കാക്കിയാൽ മതി. ഏകദേശം എല്ലായിടത്തും ഒരേ അളവ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പല്ല് കണക്കാക്കുന്നത്. ഈ ഒരു കൂട്ടിൻ്റെ ഈ ഒരു പാർട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ കണക്കാക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫൈനൽ ആയിട്ടുണ്ട്. ഇനി ഇതില്ലേ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് കാണുന്നില്ലേ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആ ഒരു അടിപ്പ് അവിടെ കാണില്ല. അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവിടെ വൃത്തികേടുണ്ട്. ഇനി ഇവിടെ ബട്ടണോ മാഗ്നറ്റിക്കോ എന്താണുള്ളത് അത് വെക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. സിമ്പിളല്ലേ, പെട്ടെന്ന് കഴിയുന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ച് കട്ടിങ് മെറ്റീരിയലും ക്യാൻവാസും ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ക്യാൻവാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. തുണി തന്നെ കുറച്ച് കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡ് ബാഗ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയായിട്ടും പോക്കറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തിട്ടുള്ളത്. ഇതാ. പിന്നെ ഇതാർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തോട്ടോ, ഞാൻ തരാം. എന്തായാലും ഓൾറെഡി എൻ്റെ അടുത്തൊന്നുള്ളതുകൊണ്ട് ഇത് യൂസ് ചെയ്യില്ല. ഇതിൻ്റെ കയ്യിൽ നിന്ന് വേറെ ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ തരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ടാറ്റാ ബൈ.